നല്ല മഴ കേട്ടോ, 2 ദിവസമായിട്ട് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒരു സുഖമില്ല. അത് കാരണം ബൈക്കുമായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പം ഞാനുള്ളത് നമ്മുടെ തീക്കോയി വാഗമൺ റൂട്ടിലാണ് കേട്ടോ. അതായത് നമ്മുടെ ഈരാറ്റുപേട്ട വാഗമൺ റൂട്ട്. അപ്പോൾ ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയതേ ഉള്ളൂ, ഈ വെള്ളച്ചാട്ടത്തിനവിടെ നിർത്തിയതേ ഉള്ളൂ കേട്ടോ. നമുക്കെന്തായാലും നേരെ വാഗമണ് പോകാം. അപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിരിക്കാനൊക്കത്തില്ല, വീട്ടിലിരിക്കാനേ പറ്റത്തില്ല കേട്ടോ. എങ്ങനെയെങ്കിലും ഇടുക്കിക്ക് കയറണം, മല കയറണമെന്നുള്ളൊരു ആഗ്രഹമാണ്, അല്ല ആ ഒരു തോന്നലാണ് കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ വണ്ടിയായിട്ട് വിടുക എന്നുള്ളൊരൊറ്റ മൈൻഡേ ഉള്ളൂ. അപ്പം നമുക്ക് നേരെ വാഗമണ്ണിൽ കൂടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ തിരിച്ച് വീട്ടിൽ വരാം കേട്ടോ. ഈ സമയത്തൊക്കെ നല്ല അടിപൊളി ക്ലൈമറ്റും നല്ല കോടയൊക്കെ ആയിരിക്കും കേട്ടോ. പൊളി വൈബായിരിക്കും. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ. ഈ വഴിയൊക്കെ മഴ നനഞ്ഞിട്ട് ആ പാടെ തെന്നി കിടക്കുവാണ് കേട്ടോ. സൂക്ഷിച്ച് കണ്ടൊക്കെ വണ്ടി ഓടിച്ചില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. ഈ കേട്ടോ എന്നുള്ള സാധനം എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ, കമൻറ്റിനകത്തൂടെ കളിയാക്കുന്നുണ്ട് കുറച്ച് പേരൊക്കെ. അപ്പോൾ കേട്ടോ എന്നുള്ള സാധനം അത് ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ വന്നു പോകുന്നുണ്ടോ. കുഞ്ഞുനാളെന്നുള്ള ചെറുപ്പം മുതലുള്ളൊരു ശീലമാണ്. അങ്ങനെ കുറച്ച് വാക്കുകളുണ്ട് നമുക്ക്. ഈ കേട്ടോ, ഭയങ്കരം, അങ്ങനെയുള്ള കുറച്ച് വാക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വലിയ പാടാണ്, അത് പോകത്തില്ല. അപ്പോൾ എന്തായാലും കൊള്ളാം. ഈ റോഡിലൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ സൂക്ഷിക്കണം കേട്ടോ. ഈ ടാറിങ്ങിൻ്റെയൊക്കെ ഇടയ്ക്ക് ഈ വൈറ്റ് ഈ ബോർഡർ വരയ്ക്കുന്ന ലൈൻ കണ്ടോ, അതിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ ബ്രേക്ക് പിടിക്കുകയില്ല കേട്ടോ. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതിനകത്ത് കയറി ബ്രേക്ക് പിടിക്കരുത്. പിന്നെ ഈ ടാറിൻ്റെ ഭാഗത്ത് ചില ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ടാറ് കൂടുതൽ കിടന്നിട്ട് അവിടെ ഇങ്ങനെ ക്ലേസിങ്ങായിട്ട് കിടക്കും. അവിടെയൊക്കെ വരുമ്പോഴത്തേക്കും വളരെയധികം സൂക്ഷിക്കണം കേട്ടോ. പിന്നെ ഇതൊക്കെ ഓരോരുത്തർ സ്കില്ല, ആരും പഠിപ്പിച്ച് കൊടുക്കാനോ പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യിപ്പിക്കാനൊന്നും പറ്റില്ല. ഇതൊക്കെ തന്നെ ഓടിച്ച് പഠിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഈ ഒരു സ്ഥലം അറിയാമോ? ഈ ഒരു സ്ഥലമാണ് നമ്മുടെ ലേലത്തിനകത്തെ ആ ഒരു നേർച്ചയൊക്കെ ഇട്ട് പോകത്തില്ല നമ്മുടെ സുരേഷ് ഗോപി, ആ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതിലെ കൂടെ വരുമ്പോഴൊക്കെ ഞാൻ ഓർക്കും ഇവിടെ ഒന്ന് നിർത്തി വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണമെന്നൊക്കെ ഓർക്കും. പക്ഷേ ഇപ്പോഴാണ് ഞാൻ അതൊന്ന് നിർത്താൻ തോന്നിയത്. അല്ലെങ്കിൽ ഇതിലെ കൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ പറപ്പിച്ചങ്ങ് പോകത്തില്ലേ ഉള്ളൂ, വിട്ടടിച്ചങ്ങ് പോകത്തേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇവിടെ ഒന്ന് നിർത്തി കാണാനുള്ളൊരു സമാധാനമൊന്നും അതോ കാണത്തില്ല, പറപ്പിച്ച് പോകും. ഇപ്പം വഴിയൊക്കെ ഇങ്ങനെ തെന്നി ആകെപ്പാടെ പ്രശ്നമായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഇത്രയും പതുക്കെ പോകുന്നത്. അതുകൊണ്ടാണ് അവിടെ നിർത്തിയത് കേട്ടോ. അപ്പോൾ എന്തായാലും കിടിലൻ ഒരു വൈബായിരിക്കും കേട്ടോ. ഓടി മൂടായിരിക്കും എൻ്റെ ഫോട്ടോ. മുകളിലോട്ട് ചെന്ന് കയറി കഴിയുമ്പോൾ എൻ്റെ ഫോട്ടോ അടിപൊളിയായിരിക്കും. എൻ്റെ ഗൈസ് നിങ്ങളിത് കണ്ടോ? ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ്. ഒയ്യോ പൊളി, എൻ്റെ മോൻ്റെ ഫുള്ള് മഞ്ഞ കേട്ടോ, അടിപൊളി. എൻ്റെ മോൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നവരെ പോലും കാണത്തില്ലേ, ക്യാമറയ്ക്കകത്ത് വരുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല. അടിപൊളി ഇത് കേട്ടോ. എന്നാ ഒരു ഇത് വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ. ഇതൊന്നും ആരോട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്തൊരു ഫീലിങ്സാണ്. അത് ഈ ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കേ നമ്മുടെ ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടമാണ് ഈ പരിപാടി. ഇങ്ങനെ പോകുമ്പോഴേ എനിക്കിപ്പോൾ നിർത്താൻ തോന്നിയാൽ ഞാൻ നിർത്തും. മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ മൂത്രം ഒഴിക്കും, ചായ കുടിക്കണമെന്ന് ചായ കുടിക്കും, അവിടെ ഇറങ്ങി വെള്ളത്തിൽ കളിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വെള്ളത്തിൽ കളിക്കും. അതൊക്കെയാണ് നമ്മുടെ ഈ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഉള്ളൊരു ഇതാണത്, അഡ്വാൻറ്റേജ് ആണ്. എന്തായാലും അടിപൊളി ക്ലൈമറ്റും അടിപൊളി വൈബുമാണ് കേട്ടോ. പൊളി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇത്രയും മഞ്ഞൊന്നും ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചില്ല. ഇത് ഭയങ്കര വൈബ്, നല്ല മഞ്ഞ, അടുത്ത് നിൽക്കുന്നവരെ പോലും കാണാൻ മേലാത്തൊരവസ്ഥ. സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം കേട്ടോ. ഇതുപോലുള്ള സമയങ്ങളിലൊക്കെ കണ്ടോ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിന് ഇവിടുന്ന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പണിയാവും. ഇവിടുന്നൊക്കെ ഒരു ആശുപത്രിയിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്, എന്തെങ്കിലും പറ്റിയാൽ തന്നെ ഇവിടുന്നൊക്കെ ആശുപത്രിയിൽ പോകണമെങ്കിൽ കിലോമീറ്ററുകൾക്കപ്പുറം ഉണ്ട് ആശുപത്രി. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം ഈ വണ്ടി ഓടിക്കാനും കേട്ടോ. ഞാനിങ്ങനെ നെഗറ്റീവ് അടിക്കുമ്പോൾ ഞാൻ നെഗറ്റീവോടെയാണ് വിചാരിക്കുന്നത്. ഞാനിതിൻ്റെ പുറത്തൊക്കെ പറഞ്ഞങ്ങ് പോകുന്നതാണ്. നോക്കിയേ എന്നാ ഒരു പൊളിയാണ്, നോക്കി എൻ്റെ പൊന്നും പൊളി. അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴേ ഇനിയിപ്പം അങ്ങോട്ട് കൂടുതലും മഴയൊക്കെ ആയിരിക്കും, ഫുള്ള് മഴയൊക്കെ ആയിക്കൊണ്ട് എനിക്ക് ഇങ്ങോട്ടുള്ള വരവൊക്കെ ഇനി വലിയ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. ഈ മണ്ണിടിച്ചിലും പാറ തെന്നി വീഴുന്ന പരിപാടികളൊക്കെ ഈ റോഡിലുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ കണക്കിലെടുത്തോണ്ട് വേണം വരാനായിട്ട് കേട്ടോ. ഞാനിത് 2 ദിവസം ആയതേ ഉള്ളൂ മഴ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഈ 2-3 ദിവസമൊക്കെ ഉള്ളിൽ എന്തായാലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കാര്യം വെള്ളമൊക്കെ നല്ല രീതിയിനകത്തൊക്കെ ഇറങ്ങി മണ്ണിനകത്ത് ഇറങ്ങി പിടിക്കാതൊക്കെ വരുമ്പോഴാണല്ലോ ഈ ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു മഴ ഒരാഴ്ചയൊക്കെ മഴ ഇങ്ങനെ അടുപ്പിച്ച് പെയ്താൽ മാത്രമേ ആ ഒരു പ്രശ്നം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഞാനെന്തായാലും അതിന് മുന്നേ വന്നു കേട്ടോ. എനിക്കറിയാം കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ വലിയ പാടാണ്, ഈ വഴിയൊക്കെ വരവ് വലിയ പാടാണ്, ഡേഞ്ചർ പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് കണ്ടൊക്കെ വരിക. ഇനിയിപ്പോൾ ഇങ്ങോട്ടുള്ള വരവൊക്കെ വലിയതായിട്ട് നിയന്ത്രണം വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്കെന്തായാലും
നമുക്കെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി നിന്ന് നോക്കാം. ഭയങ്കര കാറ്റാണേ, ഒരു രക്ഷയില്ലാത്ത കാറ്റാ, ഭയങ്കര കാറ്റാ. അയ്യോ എന്നതാന്ന് നോക്കി, എന്നാ ഒരു എൻ്റെ പൊന്നെ, എൻ്റെ ഈ ക്ലൈമറ്റ് ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒടുക്കത്തെ കാറ്റാണ് കഴിച്ച്, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, നിന്ന് കഴിഞ്ഞാൽ പറപ്പിച്ചോണ്ട് പോകും. പിന്നെ ഈ ജാക്കറ്റ് ഈ റെയിൻകോട്ടൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടേ കാറ്റ് നല്ലപോലെ ഇതിനകത്ത് പിടിക്കുന്നുണ്ട്. പോയിക്കേ, ഭയങ്കര തണുപ്പും, ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് കഴിച്ച്, ഭയങ്കര കാറ്റുമാണേ. ഇതിൻ്റെ മോള് വശമൊക്കെ കണ്ടോ, അവിടെ നിന്നൊക്കെ താഴോട്ടൊക്കെ വല്ല മണ്ണിടിച്ച് താഴോട്ട് വീണ് കഴിഞ്ഞാൽ വലിയ പണിയാണ്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോകാതെ, ഇവിടെ ഇന്നത്തെ എനിക്ക് ആകപ്പാടെ ചെറിയ ടെൻഷൻ പോലെ. കാരണം പിന്നെ ഇവിടെ ഒരു ഒന്നാമത്തെ കാര്യം ആരും ഇല്ല ഈ ഏരിയയിൽ. കാണും അപ്പുറത്തെ ഇപ്പുറത്തെ ആൾക്കാർ കാണും, പക്ഷെ നമുക്ക് കാണത്തില്ല ആരും. വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോ കാറ് വരുമ്പോൾ മാത്രമേ ആൾക്കാരെ നമ്മൾ കാണുന്നുള്ളൂ. അതുപോലെ മഞ്ഞ് മൂടി മാത്രമല്ല, ഇവിടെ എല്ലാം പാറയൊക്കെ പൊട്ടിച്ചിട്ടുള്ള വഴികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഒന്ന് സൂക്ഷിച്ചോളൂ. കാരണം എന്താ സംഭവിക്കുന്നതെന്ന് പറയാനൊക്കത്തില്ല. ഇതുപോലെ മഴ നിൽക്കാതെ പെയ്യുക. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ തൊട്ടുള്ള മഴയാണ്, രാവിലെ തൊട്ടുള്ള മഴയാണ്. ഞാൻ ഇറങ്ങുമ്പോഴും മഴയാണ്, ഇവിടെ വരുന്നോടം വരെ മഴയാണ്. അപ്പോൾ അതുപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള തിട്ട പോലത്തെ പാറ പൊട്ടിച്ച സ്ഥലങ്ങളിലൊക്കെ നിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഈ സ്ഥലം നിങ്ങൾക്കറിയാം, ഇത് എവിടെയാണെന്നറിയാം ഈ സ്ഥലം. ഇത് മഞ്ഞ് കാരണം നിങ്ങൾക്കൊന്നും കാണത്തില്ലാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു സാധനം കണ്ടാൽ നിങ്ങൾക്ക് ആ ഒരു സ്ഥലം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാണിച്ചു തരാം. അതുകൊണ്ട് ആ കാണുന്ന കെട്ടിടവും ആ നിൽക്കുന്ന പുലിയാണോ എന്താണെന്ന് അറിയില്ല, ആ സാധനത്തിൻ്റെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ല ഏത് സ്ഥലമെന്ന്. ഇവിടെയൊക്കെ ഭയങ്കര കാറ്റാണ് കേട്ടോ നോക്കി. പിന്നെ പഴയ പോലത്തെ ആ ടൂറിസ്റ്റുകളെ ബഹളങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതുപോലെ മഴ ആസ്വദിക്കാനും മഴ നനയാനും വരുന്ന ആൾക്കാർ മാത്രമേ ഈ ഒരു സമയത്തൊക്കെ ഇവിടെ കൂടെ വരാറുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബൈക്കിലൊക്കെ ആണെങ്കിലും ആരും ഫോട്ടോ പോലും ഇടാതാണ് ബൈക്കൊക്കെ ഓടിച്ച്. ഇതേപോലെ അങ്ങനെ പോവും, മൊത്തം ഞാപ്പാടെ നാശമായി. നോക്കി എന്നാ കാറ്റാണ് നോക്കി, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് കേട്ടോ. ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. എൻ്റെ പൊന്നോ, ഇതെന്നാ കാറ്റാ ഇത്. ഇനി വല്ല ന്യൂനമർദ്ദമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വല്ല വേണോ? ഇനി ചുഴലിക്കാറ്റ് വല്ലതും ഉണ്ടോ? ഞാൻ ന്യൂസ് ഒന്നും കണ്ടൊന്നുമില്ല. ഇനി എന്തെങ്കിലും അങ്ങനത്തെ വല്ല പരിപാടി വല്ലതും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതുപോലത്തെ കാറ്റ് ഞാൻ ആദ്യമായിട്ട് കാണും, ഭയങ്കര കാറ്റ്. പിന്നെ മറ്റ് രാമക്കൽമേടിലൊക്കെ ഇതുപോലത്തെ കാറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ കാറ്റടിച്ചിട്ട് നമ്മളെ ഉന്തി മാറ്റിക്കൊണ്ട് പോകുന്ന തരത്തിലുള്ള കാറ്റ്. ഇത് ഭീകര കാറ്റാണേ. ഇവിടുന്ന് താഴോട്ടൊന്നും ഒന്നും കാണത്തില്ല കേട്ടോ. താഴെ വലിയ കുഴിയും വലിയ കൊക്കയൊക്കെയാണ്, താഴോട്ടൊന്നും കാണത്തില്ല. ഇതേപോലെ ആയിട്ട് സാധനം പണിയുന്നുണ്ട് കേട്ടോ. എനിക്ക് സിപ്പ് ലൈനോ അല്ലെങ്കിൽ താഴോട്ട് എടുത്ത് ചാടുന്ന സംഭവമൊക്കെ ഇല്ല, അത്രയും എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇത് വലിയ സാധനം പണിത് വെച്ചിട്ടുണ്ട്, എന്നാണെന്നറിയത്തില്ല. ഇനിയിപ്പോൾ മഴ കഴിയാതെ നടക്കത്തില്ലല്ലോ. നോക്കിയേ എന്നാ മഞ്ഞും ക്ലൈമറ്റും ആണെന്ന് നോക്കി, ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോര്. ഈ ഒരു ക്ലൈമറ്റ് ഭയങ്കര ഫീലാണ് കേട്ടോ. നമ്മൾ സാധാരണ വരുമ്പം കിട്ടുന്ന ആ ഒരു തണുപ്പോ ആ ഒരു കാറ്റോ മഞ്ഞോ ഒന്നും അല്ല ഇത്. മഴയത്ത് കൂടെ വന്നു കഴിഞ്ഞാൽ വേറെ വൈബാണ് കേട്ടോ. ഓ എൻ്റെ പൊന്നെ, പൊളി സാധനം. നമുക്കെന്തായാലും ഇവിടുന്ന് പോവാവേ, നേരെ വാഗമണ്ണ് വെച്ച് പിടിപ്പിക്കാം. നല്ല മഴയായി. ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആ ടെൻഷനായി. അവിടെ ഇവിടെയൊക്കെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അടുത്ത ദിവസം തന്നെ വാർത്തകളൊക്കെ വരും. അതുകൊണ്ട് നമുക്കിവിടെ നിൽക്കണ്ട, എല്ലായിടത്തും ഇച്ചിരി നേരെ നിൽക്കുന്നുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ട്രാവലറിനകത്തൊക്കെ മൊത്തം ടൂറിസ്റ്റുകളാണ്, ഇവിടുന്ന് വരുന്ന ആൾക്കാരാണെന്ന് അറിയത്തില്ല. എന്തായാലും പൊളി. ട്രാവലറൊക്കെ വന്നാലും ഇതിന്ന് കറക്റ്റായിട്ട് ആ ഒരു ഫീല് കിട്ടണമെന്നില്ല കേട്ടോ. കറക്റ്റ് അത് ബൈക്കിൽ തന്നെ വന്നാലും നമുക്ക് ഈ ഒരു ഇത് കാറിൽ ഇതുപോലെ ട്രാവലറൊക്കെ പോകുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മളിങ്ങനെ ബൈക്കിലൊക്കെ പറപ്പിച്ച് പോകുന്ന സമയത്ത് അവർ ഓർക്കുന്നവരായിരിക്കും, ഇവരൊന്നും വേറെ പണിയില്ലേ, ഇവരൊന്നും വേറെ പണിയില്ല, ബൈക്കുമായിട്ട് രാവിലെ ഇറങ്ങിക്കോളും പുതുമഴയത്ത്, വേറെ പണിയില്ലെന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരിക്കും കേട്ടോ. പക്ഷെ അവർക്കറിയത്തില്ല ഈ ഒരു ഫീലേ. ഇങ്ങനെ ബൈക്കാൻ ഇങ്ങനെ പോയി മഴയും നനഞ്ഞ് തണുപ്പും കൊണ്ട് പോകുന്നതിൻ്റെ ആ ഒരു ഫീൽ, ഒയ്യോ, അത് അവരോടൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല കേട്ടോ. അത് അമ്മാതിരി പരിപാടിയാണെന്നുള്ള കാര്യമായി. അത് വേറൊരു സംഭവം. ഇത് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്കും ചിലപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊക്കെ അനുഭവമുള്ള ആൾക്കാരായിരിക്കും, ഇതുപോലുള്ള പോട്ടൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പം നിങ്ങൾക്കത് കൃത്യമായിട്ട് കിട്ടും എന്നെനിക്ക് തോന്നുന്നു.
നോക്കി എന്നാ മഞ്ഞാന്ന് നോക്കി. ഇത് ഇത്ര ക്യാമറയ്ക്കകത്ത് ഇത്രത്തോളം എനിക്കിത് കിട്ടും. ചിലപ്പോൾ ക്യാമറയ്ക്കകത്ത് ക്ലിയർ ആയിരിക്കും കേട്ടോ. മഞ്ഞ് ചിലപ്പോൾ കാണാൻ വഴിയില്ല. ഇത് ഭയങ്കര മഞ്ഞാണ് കേട്ടോ. അവിടുന്ന് വല്ല വണ്ടി വരുന്നുണ്ട്, ലൈറ്റ് മട്ടമൊക്കെ അടുത്ത് വരുമ്പോഴേ കാണത്തുള്ളൂ. ദൂരെ മഞ്ഞാണ്. ആകെപ്പാടുള്ള ടെൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ മണ്ണിടിച്ചിലാണ്. അത് വലിയൊരു ടെൻഷനാണ്. ഈ ഹെൽമെറ്റൊക്കെ വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും ശബ്ദം ഉണ്ടെങ്കിൽ പോലും കേൾക്കത്തില്ല. ഈ വണ്ടിയുടെ സൗണ്ടും കൂടി ആയതുകൊണ്ടേ ഒരു വക കേൾക്കത്തില്ല. അത് കാരണം ഇത് കണ്ടോ, ഇങ്ങോട്ട് നോക്കി. ഞാൻ പറഞ്ഞില്ലേ ഇത് ഇങ്ങോട്ട് നോക്കി. അടുത്ത് വന്നപ്പോൾ ഇമാരെ കണ്ടോ. ഇത് കണ്ടോ, ഒരു റെയിൻ കോട്ടോ ഒരു ജാക്കറ്റോ ഒരു സാധനം ഇടാതെയൊക്കെയാണ് പോകുന്നത് കേട്ടോ. അത് വേറൊരു വൈബ്. അമ്മാരത് ഭയങ്കര എൻജോയ് ചെയ്താൽ കേട്ടോ. നോക്കി, അത് സ്പ്ലെൻഡറിനകത്തൊക്കെയാണേ. അത് വല്ലാത്തൊരു അനുഭവമാണ്. അത് കറക്റ്റ് മഴയായപ്പോൾ അമ്മാരെല്ലാം ഇറങ്ങി കേട്ടോ. ഇതുപോലത്തെ ഒത്തിരി പേരെ മുകളിലോട്ട് ചെന്നാൽ കാണാൻ കേട്ടോ. ഇനി ഇങ്ങനത്തെ ആൾക്കാരെ കാണാൻ പറ്റും. അത് ഈ മഴ നനയാൻ വേണ്ടി തന്നെ വരുന്ന ആൾക്കാരാണ്. മഴ നനയുക, കുന്നിൻ്റെ മുകളിൽ കയറി തണുപ്പത്ത് ഈ കാറ്റ് കൊള്ളുക, ഇതൊക്കെ വല്ലാത്തൊരു ഹോബിയാണ്. അത് അങ്ങനത്തെ കൂട്ടത്തിൽപ്പെട്ട ഒരാളുമാണ് ഞാനും കേട്ടോ. അത് എല്ലാവർക്കും ഒന്നും തോന്നണമെന്നില്ല. അതുകൊണ്ടാണല്ലോ മഴ പെയ്തപ്പോൾ തന്നെ വണ്ടിയായിട്ട് ഇറങ്ങിയത്. ഒട്ടും താമസിപ്പിക്കാൻ പറ്റത്തില്ല. അതൊന്നും വണ്ടി എടുത്തോണ്ട് പോവുക എന്നുള്ള ഒറ്റ കേസ് കിട്ടേ ഉള്ളൂ. അത് മഴ പെയ്തു അന്നേരം വണ്ടി എടുത്ത് ഒന്നേ കുട്ടിക്കാനോ അല്ലേ വാഗമണ്ണ് അങ്ങനെ പോവുക. പരുത്തുംപാറ, രാമക്കൽമേട്, ഇങ്ങനെ മല കയറുക എന്നുള്ള. ഇത് നമ്മുടെ ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായത്. ഇവിടുന്ന് വലത്തോട്ട് പോകുന്നിടത്തൊരു കിടില സ്പോട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസമാണ് ഞാനിതിനെപ്പറ്റി അറിഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാവേ. അപ്പോൾ നിങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെച്ചോ. വരുന്നവർ ഈ സ്ഥലം കൂടി ഒന്ന് കയറി കണ്ടിട്ട് പോകും. അടിപൊളി സ്ഥലം. എല്ലാവർക്കും ഒന്നും അറിയത്തില്ലാത്തൊരു സ്ഥലമാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ. ചിലപ്പോൾ എനിക്കായിരിക്കും അറിയാൻ വരാത്തത്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലവും ഈ ഒരു വഴിയും കൂടി നോക്കി വെച്ചോ. വഴിയൊന്നും ചോദിക്കരുത്. നിങ്ങളിത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങ് പോയാൽ മതി. കറക്റ്റ് ഈ വഴിയെല്ലാം ടേണിങ്ങെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിലെ കൂടെ പോയിട്ട് ഇവിടുന്ന് വലത്തോട്ട് ഒരു വഴിയുണ്ട്. ആ വഴി തിരിഞ്ഞ് നേരെ പോവുക. അവിടെ വെളിയും പോയൊരു സ്ഥലമുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ ഈ ഒരു ക്ലൈമറ്റിൽ അത് കാണാൻ പറ്റുമോ? അവിടെ സ്ഥലം എത്രത്തോളം നിങ്ങൾക്ക് വിസിബിൾ ആകുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെയൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ ഇനി വല്ല ടീ ഫാക്ടറിയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുന്നത് എസ്റ്റേറ്റിൻ്റെയൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഈ ഒരു വഴി പോയിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്കിന് വലത്തോട്ടൊരു വഴി കൂടിയുണ്ട്. ഇതൊക്കെ ഞാൻ ഗൂഗിൾ മാപ്പിനകത്ത് നോക്കി മൊത്തം ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടാണ് വരുന്നത് കേട്ടോ. ഗൂഗിൾ മാപ്പൊന്നും ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കാനൊക്കെ പറ്റും. മാത്രമല്ല ഞാൻ ഈ മറ്റേ ഫോൺ ഹോൾഡറൊന്നും പിടിപ്പിച്ചിട്ടൊന്നുമില്ല. എനിക്കത് എന്നോട് വലിയ ഇത് തോന്നിയിട്ടില്ല. ഇനി മിക്കവാറും ഇങ്ങനെ യാത്രകളൊക്കെ പോകുമ്പോൾ ഇനി പിടിപ്പിക്കേണ്ടതായിട്ടൊക്കെ വരും കേട്ടോ. ഈ ഒരു സ്ഥലത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. നോക്കി, കിടില സ്ഥലമല്ലേ. നോക്കി, ഈ സ്ഥലം വാഗമണ്ണിൽ ഞാൻ ആദ്യമായിട്ട് വരുവാണ് കേട്ടോ. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ അനീച്ചാർ ഇവിടെ വന്നിട്ട് അവൻ ഫോട്ടോ ഇട്ടപ്പോൾ ഞാൻ അവനോട് ചോദിച്ച് മനസ്സിലാക്കിയത് ഈ സ്ഥലം എവിടെയാണ്. ഈ സ്ഥലം നോക്കി, രണ്ട് സൈഡിലും പുല്ല് കയറി പുൽത്തകിടികളാണ്. ഈ ചെറിയ രണ്ട് മതിലിന് അപ്പുറവും ഇപ്പുറവും ഫുള്ള് പുല്ലാണ്. എന്തിനു വളർത്തുന്നതാണെന്ന് എനിക്കറിയത്തില്ല. ചില പശുവിനൊക്കെ കൊടുക്കാൻ വളർത്തുന്നതാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇല്ല അങ്ങനത്തെ എന്തെങ്കിലും ഫാമോ എന്തെങ്കിലും കാണും മിക്കവാറും. എന്തായാലും ഈ ഒരു സ്പോട്ട് പൊളിയാണ് കേട്ടോ. ഇത് ഈ മഞ്ഞൊന്നും ഇല്ലായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. വല്ലാത്തൊരു ഫീലായിരുന്നു. പക്ഷേ ഇപ്പം ഫുള്ളും മഞ്ഞാണ്. നോക്കി പോയ്യോ പൊളി. മൊത്തം നല്ല മഴയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പോലെ മഴയാണ്. നല്ല ഭയങ്കര ഇതിൽ ഈ മണ്ണൊക്കെ വാരി എറിയത്തില്ല. അതുപോലെ നമുക്ക് വേദന എടുക്കും. അതുപോലെ ശക്തിക്കാണ് മഴ പെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് പോകാം. ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ അധികം കാണാനൊന്നും പറ്റത്തില്ല. ഇതുപോലെ മഞ്ഞ് മൂടി നിൽക്കുന്ന കാരണം നമുക്ക് ഒരുപാട് ദൂരോട്ടൊന്നും കാണത്തില്ല. കാഴ്ചകളൊന്നും കാണത്തില്ല. ഈ വഴിയുടെ എത്രയും ചുറ്റുവട്ടം മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഈ മഴയും മഞ്ഞ് വാനൊക്കെ മാറിയിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു സാധനം കിട്ടും കേട്ടോ. ഈ ഒരു സ്ഥലം കണ്ടോ? നോക്കി, അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്.
ഇതൊക്കെ നേരത്തെ വന്ന് കാണേണ്ടതായിരുന്നു. എന്തായാലും അടിപൊളിയാവട്ടെ, നോക്കി. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ അതായത് നമ്മളിത് വന്ന് കയറിയ വഴിയായിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ തിരിഞ്ഞങ്ങോട്ട് പോയത്. ഇപ്പോൾ നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ നേരെ വാഗമണ്ണാണ്. നേരെ വാഗമണ്ണ് പിടിപ്പിക്കാം. നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഈ വഴി മൊത്തം പോയി കിടക്കും. ഇത് കുറേ നാളായിട്ട് ഈ വഴി ഇങ്ങനെ തന്നെ കേട്ടോ. കുതിരപ്പുറത്ത് പോകുന്ന പോലെ ഇതിലെ പോയി കഴിഞ്ഞു ചാടി 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 ചാടി. അപ്പോൾ മഴ കാരണം ബൈക്കൊക്കെ ഉള്ള ആളുകൾ മഴ കഴിയട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ മഴ നമുക്ക് നനഞ്ഞേക്കാം എന്നുള്ളൊരു മൈൻഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഈ ഒരു സാധനം കിട്ടും. പിന്നെ മാത്രമല്ല ഇനിയിപ്പം ദിവസങ്ങൾ താമസിപ്പിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങോട്ടുള്ള വരവൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ മണ്ണിടിച്ചിലാണ് മെയിൻ പ്രശ്നം. മണ്ണിടിച്ചിലെ മരം ഒടിഞ്ഞ് ദേഹത്ത് വീഴാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ റോഡിലെ ഈ തെന്നലെ, പിന്നെ മഴക്കാലത്ത് ഇതുപോലെ വെള്ളം, പാലം കവിഞ്ഞൊഴുകുന്ന പരിപാടികൾ, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പോകാനുള്ള താല്പര്യമുള്ള ആൾക്കാരൊക്കെ ബൈക്കുമായിട്ട് ഇറങ്ങിക്ക് പോകും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് നിങ്ങളെക്കൊണ്ട് നിർബന്ധിച്ച് ഇറക്കുന്നതെന്ന് വിചാരിക്കരുത് കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഈ മൊട്ടക്കുന്നിൻ്റെ ഭാഗത്തേക്ക് പോയാൽ നിങ്ങൾക്ക് ഈ സാധനം വഴി മനസ്സിലാകും. നമ്മുടെ മൊട്ടക്കുന്നിൻ്റെ അങ്ങോട്ട് തിരിയുന്ന വഴിയാണ്. നേരെ അങ്ങോട്ട് ചെല്ലുന്നിടത്ത് മൊട്ടക്കുന്നിൻ്റെ ആ ഭാഗത്ത് അവിടുത്തെ കടകളൊക്കെ ഈ കാണുന്നത്. നോക്കി, കടകളൊന്നും ഇല്ല കേട്ടോ. എല്ലാവരുടെയും കച്ചവടം ആകപ്പാടെ മടുപ്പായിട്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ മൊട്ടക്കുന്നിൻ്റെ അങ്ങോട്ടുള്ള എൻട്രൻസ്. ആരുമില്ല. അല്ലാത്ത സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിലെ കൂടെ ഒന്ന് വണ്ടി ഓടിക്കുന്നത് തന്നെ വലിയ പാടാണ്. അപ്പോൾ അതുപോലെ തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ. മഴയൊക്കെ ആയപ്പോഴത്തേക്കിന് ടൂറിസ്റ്റുകളെ വരവൊക്കെ കുറഞ്ഞു. കടകൾ 1-2 എണ്ണങ്ങാണ്ടൊക്കെ ഉള്ളു. ഈ കടകളെല്ലാം അടച്ചിട്ടേക്കും കേട്ടോ. അതുപോലെ മഴയാണ്, ഭയങ്കര മഴ, നിൽക്കാതെ പെയ്യുക മഴ. അപ്പോൾ ഇവിടുന്ന് ഈ വഴി നേരെ മുന്നോട്ട് പോയി കഴിയുമ്പോഴേക്കും വലത്തെ സൈഡിലൊരു ചെറിയൊരു മുട്ടക്കൊന്ന് പോലത്തെ സ്ഥലമുണ്ട്. 12 കയറി കിടക്കുന്ന ഒരു സ്ഥലം. അതൊരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ അവിടെ കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും എടുക്കുകയൊന്നും വേണ്ട. നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ട് ചെന്ന് കയറാം. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. ഇതിലേക്കൂടാണ് മണ്ടലോട്ട് കയറി പോകുന്നത്. അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. നമുക്ക് ഈ താഴോട്ട് ഇറക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് തിട്ട കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിലോട്ട് വണ്ടി വെക്കാം. അപ്പുറത്തൂടെ ഒരു വഴിയുണ്ട്. ഇതിലേ കൂടെ കയറിപ്പോ. നമുക്ക് ഇവിടെ വണ്ടി വെച്ചിട്ട് മുകളിലോട്ട് കയറിപ്പോ ഗൈസ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. കാലിനും കൈക്ക് തണുപ്പ് അറിയുന്നുള്ളൂ. ജാക്കറ്റൊക്കെ ഈ കോട്ടിട്ടേക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. വലിയ തണുപ്പ് അകത്തോട്ടില്ല. അകത്ത് ഞാൻ ഹുഡിയൊക്കെ ഇട്ടിട്ടുണ്ട്, മറ്റേ കട്ടിയുള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് വലിയ തണുപ്പ് തോന്നുന്നില്ല. ഈ കാലിലോട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഈ വെള്ളം ഒഴുകുന്നതിനകത്തൂടെയൊക്കെ വണ്ടി ഓടിക്കുക, കാലിലോട്ട് തണുത്ത വെള്ളം അടിക്കത്തില്ല. അയ്യോ, അത് വല്ലാത്തൊരു ഫീലാണ്. ഇതുണ്ടതേ മുന്നോട്ട് കയറിപ്പോവേ. നമുക്ക് മുകളിലോട്ട് കയറിപ്പോവാം. അവിടെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് പേര് നിൽപ്പുണ്ട്. ആ ട്രാവലറിനകത്ത് വന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു മുകളിൽ. നമുക്കേ ഇവിടുന്ന് മുന്നോട്ട് പോകുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടമുണ്ട്. അതായത് ആ പാലൊഴുകുംപാറ എന്നൊക്കെ പറഞ്ഞ സ്ഥലമില്ല, അറിയാമോ? നമ്മുടെ വരാട്ടുമേട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. നല്ല മഴയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത മഴയാണേ. നമുക്ക് അങ്ങോട്ട് പോകാം. വരാട്ടുമേട് കയറാനൊക്കത്തില്ല, പക്ഷേ നമുക്ക് ആ വെള്ളച്ചാട്ടം കണ്ടിട്ട് പോരാം. വരാട്ടുമേട് കയറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കുറച്ച് പേര് വേണം, ഇല്ലെങ്കിൽ വലിയ പാടാണ്. ഇപ്പം അതിൻ്റെ അങ്ങോട്ട് കയറിപ്പോകുന്ന ഭാഗമൊക്കെ നമ്മൾ
മറ്റേ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാലും ആ താഴത്തെ ഫസ്റ്റ് തുടങ്ങുന്ന ഭാഗമൊന്നും ഇത് ചെയ്തിട്ടില്ല, കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം ആ താഴത്തെ വെള്ളച്ചാട്ടം കണ്ടിട്ട് വരാം. ഏതായാലും നമ്മളിതിനെ കൊണ്ടെല്ലാം വരുന്നതല്ലേ, അപ്പം എല്ലാം ഒന്ന് മൊത്തത്തിൽ കണ്ട് കേട്ട് മഴയത്ത് കണ്ട് കേട്ട് പോകാമെന്ന് കരുതി. ഇതാണ്ട് ഈ ഇടത്തെ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ വരാട്ടുമേട് കേട്ടോ. ഇതിൻ്റെ മുകളിലാണ് മറ്റേ വൈക്കൊക്കെ കണ്ട് കയറ്റുന്നതൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതാണ് വരാട്ടുമേട്. അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അതേണ്ടേ ഈ റൈറ്റ് സൈഡിൽ ഈ കാണുന്ന വെള്ളച്ചാട്ടം കേട്ടോ, അത് സൂപ്പറായിട്ട് കാണാൻ പറ്റും. നല്ലൊരു വ്യൂ ആയിട്ട്, നമുക്ക് കിടിലൊരു വ്യൂ ആയിട്ട് നമുക്ക് മുകളിൽ നിന്നാൽ കാണാൻ പറ്റുന്നത്, ഇതിൻ്റെ മുകളിൽ നിന്നാണ്. അപ്പോൾ ഇതാണ് വരാട്ടുമേട് എന്നുള്ള പാലൊഴുകും പാറ എന്ന് പറയുന്ന സ്ഥലം ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ വരാട്ടുമേട്, പാലൊഴുകും പാറ എന്നൊക്കെ പറയുന്ന സ്ഥലം ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ചെന്ന് കയറാൻ ഇപ്പോൾ ടാസ്ക്കാണ്. ഒന്നാമത്തെ കാലം നല്ല മഴയാണ്, പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. നമ്മുടെ വണ്ടി ഓഫ് റോഡ്, നമ്മുടെ അഡ്വഞ്ചർ ബൈക്ക് വരല്ലോ, ബൈക്കിൽ കിടക്കുന്ന അതിന് പറ്റിയ ടയറൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് കുതിരുന്നില്ല. അപ്പോൾ നേരെ തിരിച്ചു പോകാം. അപ്പോൾ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നേരെ പോയി കഴിഞ്ഞാൽ വരാട്ടുമേട്. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം കേട്ടോ. ഓക്കെ, എനിക്ക് സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ? പൊളി വൈബാ കേട്ടോ. ഇത് നമ്മുടെ പൈൻ വാലിക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇതാണ് പൈൻ വാലിയുടെ ആ സ്ഥലം. ഇവിടുന്ന് ഈ കിടക്കുന്ന വഴിയാണ് പൈൻ വാലിയിൽ അങ്ങോട്ട് പോകുന്നത്. ഇവിടെ ഒരാൾ പോലും ഇല്ല കേട്ടോ, ഒരാൾ പോലും ഈ ഏരിയയിലൊന്നും ഇല്ല. ഒരു വണ്ടി തിരക്കോ ഒന്നുമില്ല. സീസൺ സമയത്തൊക്കെ ഇവിടെ മുടിഞ്ഞ തിരക്കാണ് കേട്ടോ. ഇവിടെ ഭയങ്കര വ്ളോക്കായിരിക്കും ഈ ഏരിയയൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഈ മഴയൊക്കെ ആസ്വദിക്കാനും മഴ നനയാനും തണുപ്പ് കൊള്ളാനും മഞ്ഞ് കാണാനും ഒക്കെ വരുന്ന അത്തരത്തിലുള്ള മൈൻഡ് സെറ്റുള്ള ആൾക്കാരൊക്കെയാണ് ഈ ഒരു സമയത്ത് ഇതിലേക്കൂടെ യാത്ര ചെയ്യുന്നത് കേട്ടോ. അല്ലാത്ത ആൾക്കാരും ഇല്ല ഇവിടെ. ഫുള്ള് കടകളും കാര്യങ്ങളും ഒക്കെ അടച്ചിട്ടേക്കോ. ഈ എന്താ പറയുന്നത്, ആരും ഇല്ല. ഒന്നാമത്തെ കാര്യം, ഈ ഏരിയയിലൊന്നും ആരുമില്ല. ഇടയ്ക്കൊക്കെ ഒന്നോ രണ്ടോ വണ്ടികളൊക്കെ കാണാം, അല്ലാതെ ഒന്നും തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. എന്തായാലും കൊള്ളാം, വൈബ് പരിപാടിയായിരുന്നു, അടിപൊളി വൈഡായിരുന്നു. ഇഷ്ടപ്പെട്ടു ദിവസം, ഭയങ്കര രസമായിരുന്നു. രാവിലെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. നാളെ എനിക്ക് പനി പിടിക്കുമോ ഇല്ലെന്ന് എനിക്കറിയില്ല, എന്നാലും സാരമില്ല. വീട്ടിൽ ചെന്ന് 2 ദിവസം പനി പിടിച്ച് കിടന്നാലും പ്രശ്നമൊന്നുമില്ല. ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു പരിപാടി തന്നെ. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ, ആ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കൊള്ളാം, നല്ല നൈസ് പരിപാടിയാണ്. നല്ല മഴയാണേ, അയ്യോ സൂപ്പർ മഴ. ഈ സ്ഥലം കണ്ടോ, ഇത് നമ്മുടെ അഡ്വഞ്ചർ പാർക്കാണ് കേട്ടോ. അഡ്വഞ്ചർ പാർക്ക് ഇതെല്ലാം ക്ലോസ് ചെയ്ത് അടച്ചിട്ടേക്കും കേട്ടോ, അവിടെ ഒന്നും ആരുമില്ല. നല്ല മഴയാണ് ഗൈസ്, ഭയങ്കര മഴ. ഇവിടെ നിന്ന് വലിയ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല. മാത്രമല്ല വലിയ കുന്നുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇടിഞ്ഞ് തെറ്റി വീഴുമെന്നുള്ളൊരു പേടിയൊന്നും ഇല്ല. അതുകൊണ്ട് അങ്ങ് വിട്ടു പോവാ കേട്ടോ. പിന്നെ ഈ വഴിയൊക്കെ മറ്റേ പശു ഒക്കെ കാണും കേട്ടോ. പശു, പിന്നെ മഴയത്ത് പശു ഒന്നും കാണാൻ വഴിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലെ ഈ വഴിയൊക്കെ പശു ഒക്കെ ഒരുപാട് ക്രോസ് ചെയ്ത് നടന്നൊക്കെ വരുന്ന ഒരു ഏരിയയാണ്. അപ്പം അതൊന്നും സൂക്ഷിച്ചോളാം. മഞ്ഞ് കാരണം അതും കാണത്തില്ല, ഇതിലെ കയറി വരുന്നത്. എന്തായാലും കൊള്ളാം, അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അയ്യോ അത് പറഞ്ഞറിയിക്കാനൊക്കത്തില്ല. അതിപ്പോൾ നിങ്ങൾ അനുഭവിച്ചു തന്നെ അറിയണം. നല്ല മഴ കേട്ടോ, നല്ല മഴ. എനിക്കൊന്നും കാണത്തില്ല ഈ ഹെൽമെറ്റിനകത്തൂടെ. ഈ വെള്ളം ഇങ്ങനെ കിടക്കുന്ന കാരണം, ഈ വെള്ളം വന്നടിച്ചിട്ട് ഹെൽമെറ്റിനകത്തല്ല ഫുള്ള് ഇതാണ്, വെള്ളത്തുള്ളികൾ ഇരിക്കുന്ന കാരണം ഒന്നും ക്ലിയർ അല്ല റോഡൊന്നും. എവിടെയെങ്കിലും കട്ടറുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചാടുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ നിവർത്തിയില്ല. നമ്മൾ ഈ വഴി എങ്ങോട്ടാണ് പോകുന്നറിയോ? ഏലപ്പാറയ്ക്കാണ് കേട്ടോ. ഏലപ്പാറ, വാഗമൺ ടു ഏലപ്പാറ റൂട്ടാണിത്. അപ്പോൾ എന്താ നിങ്ങൾക്ക് സംഭവം വഴിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേ 2 പേര് പോകുന്നുണ്ടോ, അവർ മഴ നനഞ്ഞ് പോവാണ് കേസ്. അതൊരു വല്ലാത്ത ഫീലാണ്.
റൈറ്റ് സൈഡിൽ കണ്ടോ ഗ്രൗണ്ടിനകത്ത് ഇപ്പോൾ വെള്ളം കയറി കിടക്കുന്നുണ്ടോ? എൻ്റെ മോൻ്റെ അതിനകത്ത് കിടന്ന് ഫുട്ബോൾ കളിക്കണം, അടിപൊളിയായിരിക്കും എൻ്റെ മോൻ്റെ. വെള്ളം നനയുമ്പോൾ ഉണ്ടല്ലോ, കാലിലോട്ട് വെള്ളം അടിക്കുമ്പോൾ ഉള്ള ഒരു തണുപ്പുണ്ടല്ലോ, അതും ഒരു കുളിരാണ്. നിനക്ക് വല്ല വരാമെന്നുണ്ടോ ഇങ്ങനെ ആൾക്കാർ കാണുമ്പോൾ തോന്നുമായിരിക്കും കേട്ടോ. അയ്യോ അത്രയ്ക്ക് പരിപാടി, അത്ര വട്ടല്ലേ കാണിക്കുന്നത്. മഴയത്ത് ഇങ്ങനെ വണ്ടി ഓടിക്കും, എല്ലായിടത്തും കയറി നിന്നിട്ട് മഴ കുറഞ്ഞിട്ട് പോകാനുള്ളതിന്. ജീപ്പൊക്കെ പോകുന്നുണ്ടോ ഗൈസ്? ഇവിടെ നിർത്തിയൊരു ഫോട്ടോ എടുക്കാതെ കരുതിയാവോ? വേണ്ട, എന്നത്തിനാണ് ഇഷ്ടംപോലെ ഫോട്ടോ എടുത്തിയാണ്. ഇപ്പം തന്നെ ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസും അല്ലാതെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ നിൽക്കാൻ തോന്നുന്നില്ല, വിട്ടടിച്ച് പോകാൻ തോന്നുക. ഭയങ്കര മഞ്ഞാണേ, നല്ല മഞ്ഞ, മൊത്തം മഞ്ഞ് മൂടിയിട്ട് ഇരുണ്ടിരിക്കുന്നു. വീഡിയോ ഒക്കെ ഇനി കറുത്തായിരിക്കും ഇരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അത് കോപ്പി ചെയ്തൊക്കെ നോക്കുമ്പോൾ അറിയാം. ഇതുപോലെ ഈ ഒരു സമയത്തൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്തേ നമ്മൾ അധികം ബ്രേക്കൊന്നും ഉപയോഗിക്കാതിരിക്കുന്നത് അല്ല. എഞ്ചിൻ ബ്രേക്കൊക്കെ ഉപയോഗിച്ച്, പിന്നെ ബ്രേക്കൊക്കെ ഉപയോഗിക്കുന്നതിനും ചവിട്ടുന്നതിനും പിടിക്കുന്നതിനൊക്കെ ഒരു ഇതുണ്ട് കേട്ടോ, ഞാക്കുണ്ട്. അത് ഈ പരിധി കഴിഞ്ഞ് പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തെന്നി വീട് താഴെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്, തൊലിയൊക്കെ പോകും. അതുകൊണ്ട് അതൊക്കെ സൂക്ഷിക്കുക കേട്ടോ. നമ്മുടെ മാർക്കോടെ വണ്ടിയല്ലേ പോയത്? മാർക്കോ ആ വണ്ടിയുടെ വേറെ ഏത്? ഡിഫൻഡർ. ഇപ്പം എവിടെ നോക്കിയാലും ആ വണ്ടിയാണ്. ഇന്ന് ഞാൻ രണ്ടെണ്ണം കണ്ടു ഈ ഏരിയ ഇങ്ങോട്ട് വന്നപ്പോൾ. ഇപ്പോൾ കാശുള്ളവരല്ല ഈ വണ്ടി എടുക്കുന്നത്. ഇതാണ്ട് താഴെ ഒരു വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ, അടിപൊളി സ്ഥലമാണ് എനിക്ക് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ, ഇറങ്ങാൻ പറ്റുവാണെന്ന് നോക്കാം. അവിടെയും കൂടി ഒന്ന് ഇറങ്ങി കണ്ടിട്ട് പോകും. നേരത്തെ ഇതിലെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കാതെ. ഇതിൽ അതിലെ കൂടെ വെള്ളം ഒഴുകുന്നു, ചെറിയൊരു പാലും ഒക്കെയുള്ള ഒരു സ്ഥലം. നല്ല രസമുണ്ട് എന്തായാലും. അവിടെ ഗേറ്റ് വെച്ചേക്കാണ് കേസ്, ഗേറ്റ് വെച്ച് വണ്ടി ഇറക്കത്തില്ല. നമുക്ക് നടന്നു പോവാം, സൈഡിൽ കൂടെ നടന്നു പോകാനുള്ള ഗ്യാപ്പുണ്ട്. ടൈഫോയിഡിൻ്റെ ഇതാണ് കേട്ടോ, എസ്റ്റേറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. അവരുടെ എസ്റ്റേറ്റിൻ്റെ പേരായിരിക്കും അത്. നോക്കി എന്നാ ഭംഗിയാന്ന് നോക്കി. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഇലയെല്ലാം കൂടി തളർത്തിട്ട് ഭയങ്കര ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഇനി ആരെല്ലാം വല്ലതും വന്ന് ഇറക്കി വിടുമോയെന്ന് അറിയത്തില്ല. നമുക്കേലും മുന്നോട്ട് പോയി നോക്കാവേ. താഴെ കൂടെ വെള്ളം ഒഴുകുന്നുണ്ട്, അവിടെ ചെറിയൊരു പാലമൊക്കെ ഉണ്ട്, ചെറിയൊരു പാലം. നല്ല ഒരു ലൊക്കേഷനാണ്, സിനിമ ലൊക്കേഷനൊക്കെ പോലെ തോന്നുന്നു. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ അടിപൊളിയാണ്. പക്ഷെ നമ്മുടെ വണ്ടിയും കൂടി ഉണ്ടല്ലേ രസമുള്ളൂ. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണേ. അപ്പോൾ വാഗമണിലെ കാഴ്ചകളൊക്കെ കണ്ട് ഏകദേശമൊക്കെ തീരും. പിന്നെ നമുക്ക് നേരെ ഈ വഴി നേരെ പോകുന്നത് നമ്മുടെ ഏലപ്പാറയ്ക്കാണ് കേട്ടോ. നേരെ ഏലപ്പാറ, അവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് നേരെ വീട് പിടിക്കാം. അങ്ങനെ നമ്മൾ വേണ്ട ഏലപ്പാറ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് നേരെ വീട് പിടിക്കാം.
അപ്പോൾ എന്തായാലും ആകെപ്പാടെ ഈ ക്ലൈമറ്റൊക്കെ ഒരുപാട് ഇരുണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് ഈ മഴക്കാറും മഞ്ഞും എല്ലാം കൂടി ആയപ്പോഴത്തേക്കിനെ ഫുള്ള് ഇരുണ്ടിരിക്കുന്നത്. നല്ല മഴയുണ്ട്, നിൽക്കാതെ ഈ മഴ ഇന്നത്തെ ദിവസം നിന്നിട്ടേ ഇല്ല കേട്ടോ. ഇന്നത്തെ ദിവസം മഴ എന്ന് പറയുന്ന സാധനം കുറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ മഴ ഇന്നത്തെ ഫുൾ മഴ നമ്മൾ നനയുമായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പം എന്നാ പറയുന്നത്, അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള വഴി സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നാണ്, കുട്ടിക്കാനം അതൊക്കെ ഇനി എന്നാ കാണിക്കാനാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.